അപ്പോൾ നമുക്ക് എഗ് റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 എഗ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ എഗ്ഗിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എഗ്ഗിന്റെ ഷെല്ല് പൊട്ടിപ്പോകാതെ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ബോയിൽ ചെയ്തെടുക്കാൻ 10 മിനിറ്റ് മതിയാവും. ഇനി നമുക്കൊരു കടായി എടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ഞാനൊരു മീഡിയം സൈസ് ഇഞ്ചി എടുത്ത് ചതച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യാം. ഇത് ഞാനൊരു 3-4 വെളുത്തുള്ളി എടുത്ത് ചതച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് 5 മീഡിയം സൈസ് സവാളയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. സവാള കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കനം കുറച്ച് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ എഗ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നു മാത്രം. ഈ കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ കുറച്ചധികം സവാള എടുത്താലാണ് കുറച്ച് ക്വാണ്ടിറ്റി കറി ഉണ്ടാവുള്ളൂ നമുക്ക് കഴിക്കാൻ. നമ്മുടെ എഗ്ഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിന് ഞാൻ പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. എഗ്ഗ് പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഷെല്ല് റിമൂവ് ചെയ്യാൻ പറ്റും, പൊട്ടിപ്പോകാതെ. നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയെടുത്ത ഗരം മസാലയാണ്. ഈ ഗരം മസാല അത്ര സ്ട്രോങ് ആയിട്ടുള്ളതല്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാലയാണ് നിങ്ങൾ ചേർക്കണതെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇതൊരു ഡ്രൈ ആയിട്ടുള്ള കറി ആയത് കാരണം അല്ലെങ്കിൽ മസാലയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ ഈ ചേർത്ത പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു മീഡിയം സൈസ് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ട് കുക്കാവണ വരെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എഗ് റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ കുറച്ചധികം സവാള ഇട്ടാലാണ് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ നമുക്ക് കറി. കണ്ടില്ലേ, ക്വാണ്ടിറ്റി നന്നായിട്ട് കുറഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/2 ഗ്ലാസ്സാണ് ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തത്. പച്ചവെള്ളം ഇതിലേക്ക് ഒഴിക്കാതിരിക്കേണ്ടതാണ് നല്ലത്, കാരണം നമ്മളിത് കറി റെഡി ആയതിനു ശേഷം ഒഴിക്കണതല്ലേ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പഞ്ചസാര ചേർക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും.
ഞാൻ എല്ലാ എഗ്ഗും ഷെല്ല് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി എഗ്ഗ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ എഗ്ഗ് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല എല്ലാം പിടിക്കണമെന്നുണ്ടെങ്കിൽ. ഇനി ഈ എഗ്ഗ് മസാലയിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് കുക്കാവണം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് വരണ വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ കറിയിൽ ചേർത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഈ കറി റെഡി ആയിട്ടുണ്ട്. പാലപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ലി റൈസ് ആണ്. ഇഡ്ലി റൈസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇഡ്ലി റൈസ് വെച്ച് പാലപ്പം തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. സാധാരണ വേറെ പച്ചരി ഉപയോഗിക്കണേക്കാളും. ചില പച്ചരിക്ക് ഉപയോഗിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് വരാറില്ല. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 250 ml കപ്പിൽ 2 കപ്പ് ഇഡ്ലി റൈസ് ആണ് കേട്ടോ. ഞാനിത് വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ സമയം കുതിർത്തി എടുത്താൽ മതി. ഒരുപാട് സമയം കുതിർത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് സമയം കുതിർത്തി എടുത്തു കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 250 ml കപ്പിൽ തന്നെ 1.5 കപ്പ് നാളികേരം ശരിക്കും എടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റ് ആണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അളവൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ ചേർത്ത് കൊടുക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഇനി ഞാനൊരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളം, അതായത് ലൂക്ക് വാം വാട്ടറാണ് എടുത്തിരിക്കുന്നത്, ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് ചൂട് കൂടുതലാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആകുമ്പോഴാണ് നമ്മൾ ഇതുപോലെ ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ അരച്ചെടുക്കില്ല, അതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കണത്. പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താം. കാരണം പലർക്കും പാലപ്പത്തിൽ ചേർക്കണം മധുരം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഒരു 3 ടേബിൾ സ്പൂൺ മുതൽ 5 ടേബിൾ സ്പൂണൊക്കെ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസം വരും. അതായത് അന്തരീക്ഷ ഊഷ്മാവിനനുസരിച്ച് നല്ല ചൂടുള്ള സ്ഥലത്താണ് നമ്മൾ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആയിട്ട് വരും. ഒരുപാട് ഈസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. ഇപ്പോൾ തണുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനാണ് ഫെർമെൻ്റ് ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ 1/4 ടീസ്പൂണൊക്കെ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ല, ഇത് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ഇരുന്നോട്ടെ കേട്ടോ. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇരുന്നോട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുതിർത്തി വെച്ച അരി ചേർത്ത് കൊടുക്കാം. കുതിർത്തി എടുക്കുന്നതിന് മുമ്പ് അരി കഴുകിയെടുക്കാം കേട്ടോ. ഈ അരിയിൽ നിന്ന് പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ച നാളികേരമില്ലേ, അതിൽ നിന്ന് പകുതി എടുക്കാം. ഈ അരി നാളികേരം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം കൂടണ്ട, പക്ഷെ ആവശ്യത്തിന് വെള്ളം വേണം. നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കുക, തരികളൊന്നും ഉണ്ടാവരുത്. ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എടുക്കണ പാത്രത്തിന് നല്ല വലിപ്പം ഉണ്ടായിരിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫെർമെൻ്റ് ആയിട്ട് പൊങ്ങി പോകാൻ സാധ്യതയുണ്ട്. തീരെ തരികളൊന്നും ഉണ്ടാവരുത്. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള അരിയും കൂടിയും ഇട്ട് കൊടുക്കാം. നാളികേരം ബാക്കിയുള്ളതും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതും നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഇതും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു 3/4 കപ്പോളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മതി. ഇതിലേക്ക് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല ലൂസായിട്ട് ഇരിക്കുന്നുണ്ടോ. ഇനി നമുക്കിതൊന്ന് കുറുക്കി എടുക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കുറുക്കി വറ്റിച്ചെടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ, അതായത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്ത് ഇത് കുറുക്കിയെടുക്കാം.
ഇളക്കി കൊടുക്കാട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടകളൊക്കെ പോലെ വരാൻ സാധ്യതയുണ്ട്, അതുപോലെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഇളക്കി കൊടുത്തിരുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കുറുക്കിയെടുത്തത് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ റെസിപ്പി തന്നെയാണ്. പക്ഷേ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫെയിൽ ആവില്ല. കറക്റ്റായിട്ട് തന്നെ നല്ല രീതിയിൽ അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് അല്ലേ. അരി അരച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്, അരി അരയ്ക്കാതെ ഉണ്ടാക്കാറുണ്ട്, അതുപോലെ അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കാറുണ്ട്, നാളികേരം ഇല്ലാതെ തയ്യാറാക്കിയെടുക്കാറുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈസ്റ്റും പഞ്ചസാരയും ഇല്ലേ, ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിലുള്ള ബാറ്ററിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഉപ്പൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കാം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാമല്ലോ. ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതും ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വരണ്ടേ. അതുപോലെ ഈ ബാറ്റർ ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് തോന്നണത്. നമുക്ക് ഒരുപാട് കട്ടിയായിട്ടുള്ള ബാറ്റർ അല്ല വേണ്ടത് അപ്പത്തിന്, കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ തന്നെയാണ് വേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നോക്കാം ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ്. ഇതിൽ ഉപ്പ് കുറച്ച് കുറവാണ്, ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്, ഒരുപാട് വേണ്ട. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫെർമെൻ്റായിട്ട് വന്നതിന് ശേഷം വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗമുള്ളൂ. ഇത് ചെറിയ പാത്രമൊക്കെ എടുക്കുമ്പോൾ നമ്മളിത് നോക്കി വെച്ചിരിക്കേണ്ടി വരും, പൊങ്ങി പോകണ്ടോ എന്നുള്ളൊരു കാര്യം. ഇനി നമുക്കിത് അടച്ചു വെക്കുക. ഇത് ഫെർമെൻ്റായിട്ട് വരാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ അന്തരീക്ഷ ഊഷ്മാവ് അനുസരിച്ച് വ്യത്യാസം വരും ഉണ്ടാവും. നല്ല ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഫെർമെൻ്റായിട്ട് വരും. തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫെർമെൻ്റായിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. എപ്പോഴും വാമായിട്ടുള്ള പ്ലേസിൽ വെക്കിയത്, അല്ലാന്നുണ്ടെങ്കിൽ ഓവൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. ഇപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബ്ലാങ്കറ്റൊക്കെ ഇട്ട് വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഫെർമെൻ്റായി വന്നിട്ടുണ്ടോയെന്ന്. കണ്ടില്ലേ, ഇതിപ്പോൾ ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ചൊരു പാത്രത്തിലേക്ക് പകർത്താണ്. ഇപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ആവശ്യമില്ലല്ലോ. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം ചെയ്യാറ് സാധാരണ രീതിയിൽ. പിന്നെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് പുറത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ബാറ്റർ കണ്ടില്ലേ, കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കണത്. ഇത്രയ്ക്ക് തിക്കായിട്ട് ഇരിക്കരുത്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഒരുപാട് വേണ്ട. നമ്മുടെ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിരിക്കണം. അപ്പോഴാണ് നമുക്കിത് ചുറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ഇത് മതി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്, ഇതുപോലൊരു റണ്ണിങ് കൺസിസ്റ്റൻസി. ഇപ്പം ഞാനിവിടെ ഒരു അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടിയാണ് കേട്ടോ. ഇപ്പോൾ സാധാരണ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരില്ല. അതുപോലെ തന്നെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിക്കുക, ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിനെ എടുക്കാം. ഇത് നമുക്ക് ഇതിൻ്റെ സൈഡ്സൊക്കെ ക്രിസ്പി ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. കുറച്ചും കൂടി സമയം കുക്ക് ചെയ്താൽ മതി. അല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ എടുക്കാം. അത് നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് ഹോൾസ് ഒന്ന് വന്നതിന് ശേഷം മതി കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതും ഇനി തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെയാണതും. അപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഫെയിൽ ആവാത്തൊരു റെസിപ്പി തന്നെയാണ്.
ഇപ്പൊ കണ്ടില്ലേ, ഇത് കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി. ചിലവർക്ക് ക്രിസ്പി ആയിട്ടുള്ള അപ്പമായിരിക്കും ഇഷ്ടം, അതായത് ഈ ഒരു ഭാഗം ഇതുപോലെ ക്രിസ്പി ആയിട്ട് നടുഭാഗം സോഫ്റ്റ് ആയിട്ട്. ചിലവർക്ക് ഇതുപോലെ മൊത്തത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരിക്കും ഇഷ്ടം. അപ്പൊ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബാറ്റർ ഒരുപാട് സമയം ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണ്ട. ഒരുപാട് സമയം, അതായത് പൊന്തി വന്നതിനൊക്കെ ശേഷം പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കരമായിട്ട് ഒരു പുളി വരും. അപ്പൊ അപ്പം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അടുത്ത അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഭാഗമൊക്കെ ശരിക്കും ക്രിസ്പി ആയിട്ട് വരുമ്പോൾ ഒരു ഹോട്ടൽ സ്റ്റൈലിലുള്ള അപ്പം തന്നെയായിട്ട് വരും. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഈ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടല്ലേ കിട്ടാം. അടുത്തത് നമുക്ക് കോരി വയ്ക്കാം. പിന്നെ അപ്പച്ചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ദോശ തവയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നടുഭാഗം ഇതുപോലെ വരില്ല എന്നുള്ളൂ. പക്ഷെ ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. ആ ഒരു എന്താ പറയുക, ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ വശങ്ങളിലൊക്കെ കളർ തീരെ ചേഞ്ച് ആവണ്ട, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മതി എന്നുണ്ടെങ്കിൽ അത്ര അധികം സമയം കുക്ക് ചെയ്യാതിരുന്നാൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ ബിഗിനേഴ്സിന് പോലും ഫെയിൽ ആവാണ്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു അപ്പം തന്നെയാണ്. നല്ല പൂ പോലുള്ള അപ്പം എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. ബാക്കിയുള്ള ബാറ്ററി ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും ആവശ്യം എന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. ഫ്രിഡ്ജിൽ വെച്ചെന്ന് വെച്ചാൽ അപ്പം കറക്റ്റായി വരാതെ ഒന്നും ഇരിക്കില്ല, കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ.